കർത്താവിനെ സ്തുതിച്ച് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം വീണ്ടും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇവിടെ ദൈവത്തിലാക്കി വെച്ചിരിക്കുന്ന ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ തൻ്റെ ദർശനത്തോടും ദൈവത്താൽ തനിക്ക് കൈമാറിയ കാഴ്ചപ്പാടിനോടും ചേർന്ന് നിൽക്കുന്ന ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാർ, ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇവിടെ കണ്ട നാൾ മുതൽ ഇന്ന് വരെയും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെല്ലാം ഒരുമിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കുമായി സ്തോത്രം. അതൊക്കെ എൻ്റെയും നിങ്ങളുടെയും ലൈഫിൽ ഒരുപോലെ നന്മയും അനുഗ്രഹവും വിടുതലുമായി മാറുന്നല്ലോ. ഇനിയും കർത്താവ് അത് മാറ്റട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ആരാധനകളും ഓരോ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പുതിയ ചില വിടുതലുകളിലേക്കും ദൈവത്തോട് ഇച്ചിരി അടുക്കാനുമൊക്കെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്തും കർത്താവിന് നന്ദി പറയുക. ഈ പകലും ആത്മാവ് നമ്മളിവിടെ കൊണ്ടിരുത്തി ദൈവത്തിൻ്റെ ആത്മാവ് നിശ്ചയമായിട്ടും നമ്മോട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. പത്രോസിൻ്റെ ലേഖനം എടുക്കുക, 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അല്ലെങ്കിൽ ചേർന്ന് ഉറക്കെ വായിച്ചേ, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. ഇതല്ലല്ലോ ഈ സഭയിലെ ശബ്ദം, ഇതല്ല. ആ ശബ്ദത്തിൽ വീട്ടിൽ പറയുന്ന അതേ ഒച്ചയിൽ പറഞ്ഞിട്ട്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. എല്ലാ കണ്ണുമടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലോട്ട് അടുത്ത് വരികയാണ്. അവിടുത്തെ കർത്താവേ സ്നേഹവും അവിടുത്തെ വലിയ നീതിക്കുമായി ഞങ്ങൾ ഇന്നു പകലും അങ്ങയ്ക്ക് നന്ദി പറയുകയാണ്. എണ്ണത്തിലൊന്നുപോലും കുറയാതെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ച് അങ്ങയുടെ എല്ലാ നല്ല വിധങ്ങൾക്കുമായി സ്തോത്രം. നാൾത്തോറും അങ്ങ് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ ഇന്നലകളെയും ഇന്നും ഞങ്ങളുടെ നാളെയും ഒരുപോലെ അറിഞ്ഞ് കർത്താവ് അതാത് സമയത്ത് വേണ്ടത് ഞങ്ങളുടെ മേൽ തുറന്ന് കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങയുടെ എല്ലാ വിശ്വസ്തതകൾക്കുമായി സ്തോത്രം. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ മറയ്ക്കുന്നത് പോലെ, ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ വഹിച്ചു മറച്ചു കൊണ്ട് നടക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിനായി ഹൃദയം തുറന്ന് ഞങ്ങൾ നന്ദി പറയുകയാണ്. വീഴുവാൻ തക്കവണ്ണം ഞങ്ങളെ തള്ളി എങ്കിലും അങ്ങ് ഞങ്ങളെ താങ്ങിയ എല്ലാ വിശ്വസ്തതകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. പകരപ്പെട്ട എല്ലാ കൃപകൾക്കുമായി നന്ദി പറയുന്നു കർത്താവേ. നൽകിയ എല്ലാ നന്മകൾക്കുമായി, എല്ലാ നല്ല ദാനങ്ങൾക്കുമായി നന്ദി പറയുന്നു. അങ്ങ് ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരങ്ങളെ തന്ന് നടത്തുന്ന ഞങ്ങളുടെ എല്ലാ വിശ്വസ്തതകൾക്കുമായി സ്തോത്രം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണം. കരയുന്ന കാക്കക്കുഞ്ഞിന് അതതിൻ്റെ ആഹാരത്തെ കൊടുക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്നു പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനത്തെ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇന്നു പകലും വാഗ്ദത്തം പറഞ്ഞ ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുകയാ. അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിക്കണം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. പ്രവചനമായി, സൗഖ്യമായി, വചനമായി അങ്ങ് ഞങ്ങളുടെ മേൽ നടുവിൽ വെളിപ്പെട്ട് വരണം. കർത്താവെ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്ന സകല സങ്കല്പങ്ങൾ, ചിന്തകൾ, വിചാരങ്ങൾ കർത്താവെ സകലത ഞങ്ങൾ ആത്മാവിൽ പിടിച്ചടക്കുകയാണ്. ഈ അന്തരീക്ഷം മുഴുവൻ ബുദ്ധിയല്ല, പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു തുടങ്ങട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. മഹത്വം കൊണ്ട് അങ്ങ് ഞങ്ങളെ പൊതിയും യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി ശക്തിയോട് രാമയും പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് പകല് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവം നമ്മളെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പിതാവ് ഇന്ന് ഈ ആരാധനയെ പങ്കെടുക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി നാൾക്ക് ശേഷമാണ് ഒരു ആരാധനയെ പങ്കെടുക്കുന്നത്. എന്നാലും ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സന്തോഷമാണോ നിങ്ങളെല്ലാവരും? ഇനി നിങ്ങളാരും ഉഴപ്പരുത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം. കർത്താവ് നിശ്ചയമായിട്ട് നമ്മോട് സംസാരിക്കും. 2 ലേഖനങ്ങളാണ് പത്രോസ് അപ്പോസ്തലൻ്റെ കയ്യാൽ പരിശുദ്ധയാത്മാവ് നമുക്ക് കൈമാറിയിരിക്കുന്നത്. പീഡകൾ വളരെ ശക്തമായ രീതിയിൽ ദൈവസഭയ്ക്ക് നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വിശ്വാസികൾ യെരുശലേമിൽ നിന്ന് പലയിടങ്ങളിലേക്ക് ചിതറിപ്പാർത്തു പോയി.
അങ്ങനെ ഒരുപാട് പേരിൽ ചിതറിപ്പാർത്തിരിക്കുന്നവരുടെ വിശ്വാസത്തെ വീണ്ടും ഉറപ്പിച്ച് കർത്താവിൻ്റെ വരവിലേക്ക് അവരെ ഒരുക്കി. അവർ ദൈവത്തിൻ്റെ മക്കളാണ്, പുരോഹിത വർഗമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ബലപ്പെടുത്താൻ വേണ്ടി പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറിയ ഈടുറ്റ 2 മനോഹരമേറിയ ലേഖനങ്ങളാണ് പത്രോസിൻ്റെ 2 ലേഖനങ്ങൾ. താൻ കൈമാറുന്ന ഓരോ വാക്യത്തിൻ്റെ അകത്തും, അധ്വാനത്തിൻ്റെ ഒരധ്യായത്തിൻ്റെ അകത്തും, താൻ എഴുതി വെക്കുന്ന ഓരോ പദത്തിൻ്റെ അകത്ത് തിളങ്ങി നിൽക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ അടങ്ങിയ 2 ലേഖനങ്ങളാണ് പത്രോസിൻ്റെ ലേഖനങ്ങൾ. താൻ പറഞ്ഞു തുടങ്ങുന്ന എല്ലാ നന്മകൾക്കകത്തും നിത്യതയുമായി കണക്റ്റഡ് ആക്കിയ ഒരു പദം പത്രോസ് നിശ്ചയമായിട്ടും പറഞ്ഞിരിക്കും. പത്രോസിൻ്റെ എഴുത്തുകൾക്കകത്ത് എപ്പോഴും തിളങ്ങി നിൽക്കുന്ന യേശുക്രിസ്തു എന്ന മർമ്മപ്രധാനമായ പിതാവിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന സ്വപ്നം ഈ ഭൂമിയിൽ എന്ത് ചെയ്തെന്നും ഇനിയും നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നെന്നും വരാൻ പോകുന്ന ലോകത്തിലേക്ക് നമ്മളെ എങ്ങനെ ഒരുക്കുന്നുവെന്നും ആത്മനിയോഗത്തിൻ്റെ അകത്ത് നിന്ന് പ്രാപിച്ച് പത്രോസ് നമുക്ക് കൈമാറുകയാണ്. അതാണ് 1-ാം അധ്യായത്തിൻ്റെ അകത്ത് തന്നെ പത്രോസ് തുറന്നു പറയുന്നൊരു ദൂത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന് വരേണ്ടുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും അവരാരാഞ്ഞു നോക്കി എന്നൊരു പദം 1-ാം അധ്യായത്തിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ബൈബിൾ തുറക്കരുത്, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. അവിടെ പറയുന്ന പദപ്രയോഗം ഇങ്ങനെയാണ്: ക്രിസ്തുവിന് വരേണ്ടുന്ന കഷ്ടങ്ങളെയും, എല്ലാവരും ഉറങ്ങുക, പിൻവരുന്ന മഹത്വവും. അവിടെ പത്രോസ് തുറക്കുന്ന പദം കഷ്ടങ്ങൾ നമുക്ക് വരുന്നു, അല്ലെങ്കിൽ ആ കഷ്ടങ്ങൾക്കകത്ത് നമ്മൾ തകർന്നു പോകുമെന്നല്ല, മറിച്ച് പത്രോസ് ക്രിസ്തുവിനെ എടുത്തു വെച്ചിട്ട് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കണം. പ്രവാചകന്മാർ അവനെക്കുറിച്ച് ആരാഞ്ഞു നോക്കി, അവനെക്കുറിച്ച് അന്വേഷിച്ചു നോക്കി പ്രവചിച്ച പ്രവചനമാണ് അവന് വെളിപ്പെട്ട് വരാൻ പോകുന്ന കഷ്ടങ്ങൾ. നമ്മൾ പറയുന്ന പോലെ കടഭാരമല്ല, നിന്നയല്ല, ദുഃഖമല്ല. 33.5 വയസ്സിൻ്റെ അകത്ത് അവിടുത്തെ ഭരണകൂടങ്ങൾ നന്നായി ശാരീരികമായി തന്നെ മുറിവേൽപ്പിച്ച് കാൽവറിയുടെ മലമുകളിൽ താൻ യാഗമാകുന്ന ആ സന്ദർഭത്തെയാണ് പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചു പറഞ്ഞത്. പത്രോസ് തുറക്കുന്നൊരു ദൂത് അവനെ കഷ്ടങ്ങൾ മാത്രമല്ല, ആ കഷ്ടങ്ങൾക്കകത്ത് ഇപ്പോൾ മറഞ്ഞിരിക്കുന്നതും നാളെ വെളിപ്പെട്ടു വരാൻ പോകുന്നതുമായ ഒരു മഹത്വം ആത്മാവിലുണ്ട് എന്നൊരു ദൈവ പൈതൽ തിരിച്ചറിഞ്ഞോണം. ഇന്നു പകൽ ഈ സഭയോട് ആത്മാവ് പ്രവചിക്കുകയാണ്: നിന്റെ മുമ്പിൽ വെളിപ്പെട്ട എല്ലാ ഇരുളുകൾക്കകത്തും മറഞ്ഞിരിക്കുന്ന ഒരു മഹത്വം ഇന്നു പകൽ വിശ്വസിക്കുന്നവർ ആ കരമടിച്ച് എന്തോ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന ചാരൽ മഴ പോലെ ഇതാരോടോ ഉള്ള ദൈവിക പ്രവചനമാണ്. ോട് ചെന്ന് കാര്യം പറഞ്ഞ് അവന് പുറത്തു വരാം. പക്ഷേ അപ്പോഴും അവൻ മുറുകെ പിടിച്ചത് രാജാവിനെയല്ല, രാജാതിരാജാവിനെയാണ്. ഇന്നു പകൽ നീ മാനുഷിക ബന്ധങ്ങളിലേക്ക് പോകാതെ ദൈവിക ബന്ധത്തിൽ തുടർന്നാൽ ഇന്ന് തുറക്കപ്പെട്ട സിംഹത്തിന്റെ ഗുഹ നിനക്കൊരു അനുഗ്രഹമാക്കി മാറ്റാൻ എത്ര പേർക്ക് ഇന്നു പകൽ ആ ദൂതിന്റെ ആഴം പിടികിട്ടുന്നുണ്ട്? നിനക്ക് നേരെ എഴുന്നേറ്റ പ്രമാണങ്ങൾ, നിനക്ക് നേരെ എഴുന്നേറ്റ അധികാരികൾ, നിനക്ക് നേരെ കൂട്ടം കൂടിയ വ്യക്തികൾ, നിനക്ക് നേരെ വെളിപ്പെട്ട സിംഹത്തിന്റെ കുകി, അത് നിനക്കൊരു നന്മയാക്കി മാറ്റാൻ ഈ പകൽ വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ ആമേൻ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ചിലർ കുതിരകളിലും ചില രഥങ്ങളിലും ആശ്രയിച്ചു, ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഇന്നു പകൽ ഉയരത്തിൽ നിന്നൊരു കരം, ഉയരത്തിൽ നിന്നൊരു കരം. ഈ പ്രശ്നത്തിൽ നീ ഒറ്റയ്ക്കല്ല, ഈ പ്രതികൂലത്തിൽ ഒറ്റയ്ക്കല്ല. പ്രാർത്ഥിക്കുന്ന നിന്നെ രക്ഷിച്ചോണ്ട് വരാൻ ഉയരത്തിൽ നിന്നൊരു കരം, സിംഹത്തിന്റെ വായ അടച്ചതുപോലെ ഇന്ന് പകൽ ആരോടോ ഉള്ള ദൈവിക ദൂതാണിത്. ഈ പ്രാർത്ഥന, ഈ ആരാധന ഇവിടെ തീരുന്നതിന് മുമ്പ് ചില വിഷയത്തിന്റെ അകത്ത് ദൈവീയ ക്ലിയറൻസുകൾ come on. ആമേൻ.
സങ്കീർത്തന പുസ്തകത്തെ വായിക്കുമ്പോൾ സങ്കീർത്തനം പറയുന്നത് അവൻ ആകാശത്തെ ചായ്ച്ചിറങ്ങി വരും. എപ്പോൾ? ഒരു ഭക്തന്റെ നിലവിളിയുടെ മുമ്പിൽ അവൻ ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന ദൈവമാണെങ്കിൽ ഇന്നു പകൽ ആരെല്ലാം എവിടെല്ലാം നിനക്ക് നേരെ ഏതൊക്കെ മേഖല ഒരുക്കിയാൽ ആ പ്രശ്നത്തിന്റെ അകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആത്മാവില ദൂതിനെ സ്വീകരിക്കുക. ഇത് നിന്റെ പകലാണ്. വാഗ്ദത്തം പറഞ്ഞ ദൈവം ഇന്ന് നിന്നെ രക്ഷിക്കാൻ, ഇന്ന് നിന്നെ വിടുവിക്കാൻ. ഞാൻ തമാശ രൂപമാണ് കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞൊരു വാക്കുണ്ട്. പത്രോസ് ഉറങ്ങി, ദൂതൻ ഇറങ്ങി, യഹൂദന്മാരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു. നീ കിടക്കുന്നത് നല്ല കാരാഗ്രഹത്തിൻ്റെ അകത്ത് കാവലിൻ്റെ ഇടയിലാണേലും നിനക്കുറങ്ങാൻ ദൈവം ഒരവസരം തരുന്നുണ്ട്. നീ ഉറങ്ങിക്കോണം. കാരണം ആ രാത്രി നീ ആരാധിച്ച് കെട്ട് പൊട്ടിക്കേണ്ടതല്ല. നീ ഉറങ്ങിയാൽ മനസ്സിലാകുന്നവർക്കായി. ആമേ ആമേ. നമ്മളാണ് ടെൻഷൻ അടിച്ച് നമ്മൾ അവിടെ കിടന്നല്ലേ ശിവൻ്റെ നാമതി ബി.പിയും കൂടി, ഷുഗറും കൂടി, പ്രഷറും കൂടി. ബി.പിയും പ്രഷറും ഒന്ന് തന്നെയാണല്ലോ. യേശുവിൻ്റെ നാമതി. ഇത് കേട്ടിട്ട് ഇവർക്കൊരു കുലുക്കമില്ലേരി. കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് 28 വയസ്സുള്ളവനായിട്ട് കയറും, 50 വയസ്സുള്ളവനായിട്ട് എന്ത് ചെയ്യും? ഇറങ്ങി വരും. ആമേ. പുള്ളിക്കൊരു ടെൻഷനും ഇല്ല. പുള്ളി അവിടെ കിടക്കുക, നല്ല ഉറക്കം. അവനറിയാം ഉറങ്ങിയ ദൂതൻ ഇറങ്ങും. എത്ര പേർക്ക് ഇന്ന് പകല ദൂതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ട്? ദാനിയേലെ നിന്നെ വലിച്ചെറിഞ്ഞ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത, പക്ഷെ അവൻ പറയും വീഴുന്നതിന് മുമ്പ് എന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ആമേൻ. നീ വീണതേ ശത്രുക്കൾക്കറിയത്തുള്ളൂ. ദൂത് തിരിയുക കേട്ടോ. ഇന്ന് പകലിനോട് ആത്മാവ് അങ്ങനെ പറയുന്നു. നീ വീണതേ ശത്രുവിൽ അറിയത്തുള്ളൂ, പക്ഷെ അവൻ അറിയാത്തൊരു കരം ആ ഗുഹയ്ക്കകത്ത് നിന്നെ താങ്ങാൻ. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവകരം ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ അവന്റെ കരം ശത്രുവിന് നീ വീണ കാര്യം അറിയത്തുള്ളൂ, ശത്രുവിന് നീ താഴെ പോയ കാര്യം അറിയത്തുള്ളൂ, ശത്രുവിന് നിനക്ക് നേരെ രേഖ എഴുതിയ കാര്യം അറിയത്തുള്ളൂ. പക്ഷെ ദാനിയേലിനറിയാം രേഖ എഴുതിയത് അറിയത്തില്ല, ആരൊക്കെ എഴുതിയെന്നറിയത്തില്ല. പക്ഷെ എഴുതിയൊരു രേഖയുണ്ടെന്നറിയാം. അവൻ ആരൊപ്പിട്ടു, രാജാവിട്ടു, അതെനിക്കറിയാം. പക്ഷെ ആരാ എനിക്കെതിരെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദാനിയേൽ നിനക്ക് എന്തറിയാം? ഒരു കരം എനിക്ക് അനുകൂലമാണെന്ന്. ഓ ഇന്ന് രാത്രി, ഇന്ന് പകൽ എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടി കിട്ടുന്നുണ്ട്? ഇന്ന് പകൽ ഒരു കാര്യം എനിക്കറിയാം, ആ കുഴിക്കകത്ത് ഒരു കരം എനിക്ക് അനുകൂലമാണ്. ചിലതിന്റെ മുകളിൽ ഇന്ന് പകൽ ഈ വചനം അതുപോലെ ആമേൻ. ഇന്നുപോലെ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? എന്നെ ഒരു പ്രശ്നത്തിനകത്ത് കുരുക്കിയത് എനിക്കറിയാം, കുരുങ്ങി ഞാൻ. പക്ഷെ ആരാ കുരുക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. രേഖയ്ക്ക് ഒപ്പിട്ടതാരാ, ഇട്ടത് രാജാവാന്ന് എനിക്കറിയാം, പക്ഷെ ഇടിയിപ്പിച്ചതാരാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദാനിയേലിനറിയാം അവൻ ഇട്ടതാണെങ്കിലും ഇടിയിപ്പിച്ചതാരെങ്കിലും എനിക്കതല്ല വിഷയം. ഞാൻ ഇറങ്ങുന്ന കുഴിക്കകത്ത് എന്നെ സൂക്ഷിക്കുന്ന ഒരു കരമുണ്ടെന്ന്. റാണിയുടെ മണ്ഡലങ്ങളിൽ ഏത് പിശാച് എഴുന്നേറ്റാലും നിന്നെ സൂക്ഷിക്കുന്ന മിറക്കിൾ സഭയെ സൂക്ഷിക്കുന്ന, നിന്നെ സൂക്ഷിക്കുന്ന ഒരു കരം ഇന്നു പകൽ ഇതിന്റെ അകത്ത്. അതുകൊണ്ടല്ലേ ഒരു ഭക്തൻ സങ്കീർത്തനം പാടിയപ്പോൾ ആത്മധൈര്യത്തോടെ താൻ എഴുന്നേറ്റ് പറഞ്ഞത്, ഒരു അനർത്ഥവും എനിക്ക്, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ
അടുക്കത്തിൽ അവൻ്റെ ഉറപ്പ് കണ്ടോ, എന്നെ സൂക്ഷിക്കുന്ന അത്യുന്നതൻ്റെ ചിറകെനിക്കുള്ളത്രയും കാലം, എന്നെ മൂടി നിൽക്കുന്ന അവൻ്റെ മഹത്വമുള്ളത്രയും കാലം, അനർത്ഥം എൻ്റെ മുമ്പിലൂടെ പോയാലും അതെന്നെ തൊടുകയില്ല. ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. കാരണം നിന്നെ സംരക്ഷിക്കുന്ന ഒരു കരം, ഇന്നെന്തോ ദൈവകരം ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങി. ഈ സിംഹം നല്ല വിശപ്പുള്ള സിംഹമാണ്. ആമേ. ഈ സിംഹത്തിന് എന്തുണ്ട്? നല്ല വിശപ്പുണ്ട്. തെളിവ് പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ആയപ്പം, രാവിലെ തന്നെയാന്ന് തോന്നുന്നു, രേഖ എഴുതി അച്ചാച്ചന്മാരെ എടുത്ത് രാജാവ് എവിടെ ഇട്ടു? മരി വീഴുന്നതിന് മുമ്പ് സിംഹന്മാർ അടിച്ചോണ്ട് പോയി. മനസ്സിലെ അവർക്കായി സ്തോത്രം. ഇവന്മാർ കുഴിക്കകത്തോട്ട് നിലത്തോട്ട് ചെന്ന് ദാനിയേൽ വീണ സ്ഥലമില്ലേ, അങ്ങോട്ട് ചെന്ന് വീഴുന്നതിന് മുമ്പ് സിംഹന്മാരെ എടുത്തോണ്ട് അങ്ങ് പോയി. ആമേ. അതേ റൂട്ടിലൂടെ ദാനിയേൽ വന്നേ, പക്ഷെ അവൻ്റെ ഒരു കരം അവനെ തൊട്ടില്ല. എത്ര ദൂത് പിടി കിട്ടുന്നുണ്ട്. ദൃശ്യമേഖലത്തിൽ വെളിപ്പെട്ടാലും അദൃശ്യമേഖലത്തിൽ വെളിപ്പെട്ടാലും ദൃശ്യമേഖലയിലും അദൃശ്യമേഖലയിലും ഒരുപോലെ സൂക്ഷിക്കുന്ന, പിശാചിന് പിരിതു കളയാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ കരം. എത്ര പേര് ഇന്നു പകൽ ആംഗിളിൽ നീ എറിഞ്ഞാൽ ഈ ദിശയിലൂടെ പോകുന്നതിൻ്റെ പേര് ഇന്നതാണ്, അതുവഴി പോയി 1 മീറ്റർ അകലെ ചെന്നിട്ട് ഇങ്ങോട്ട് വന്ന് നിൻ്റെ കരുത്ത് തിരിച്ചു കിട്ടും എന്ന് പറയൂ? ഇല്ല. ആദ്യം നമ്മൾ അംഗനവാടി കൊണ്ടുവിടുമ്പോൾ ടീച്ചർമാർ പഠിപ്പിക്കുന്ന പഞ്ഞപ്പുല്ല് കുടിക്കാനാണ്. ആരോട് പറയാം? ബേസ രക്തത്താൽ. ആമേ. പിന്നെ അവരെന്നാ പഠിക്കും? പഠിപ്പിക്കും. കഴിഞ്ഞ് ആരും സ്കൂളിൽ പോയിട്ടില്ല. ഇപ്പോഴും നമ്മൾ പുസ്തകം മേടിച്ചോണ്ട് 4 പുസ്തകം വലിയ 200 പേജിൻ്റെ ബുക്കും മേടിച്ചോണ്ട് ഇപ്പോഴും എഴുതിയാൽ എൻ്റെ മാനസിക സ്ഥിതിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? രക്തത്താൽ ജയം. നിങ്ങൾ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന മഹത്വം പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുക എന്നത് മാത്രമല്ല, ആ കഷ്ടങ്ങൾക്കകത്തൊരു സേതു ഉണ്ടായിരുന്നു. അതിനകത്ത് മിറക്കിൾ ചർച്ച ഉണ്ടായിരുന്നു. മറഞ്ഞിരുന്നത് 2024 മറ നീക്കി പുറത്തു വന്നെങ്കിൽ ഈ നവംബർ മാസവും മറഞ്ഞിരിക്കുന്ന ചിലത് മറ നീക്കി. ഇന്നു പകലൊരു ദൂതാത്മാവിൽ കയറി പറയാ, നിന്റെ ഒരു നന്മയെ പിടിച്ചു വെക്കാൻ ഇവിടുത്തെ ഒരു പിശാചിനും, ഈ സഭയ്ക്കകത്ത് കയറേണ്ട ജനത്തെയോ ഇവിടെ നടക്കേണ്ട ദൈവപ്രവൃത്തിയെയോ ഇവിടുത്തെ ഒരു ആത്മീയനും അനാത്മീയനും പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. ആമേൻ. എതിരുകളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, എതിർപ്പുകളുണ്ടാകാം, പക്ഷെ നിനക്ക് വരേണ്ട ഒന്നിനെയും മരണഭാഷങ്ങൾക്കോ അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ആമേൻ. നമ്മളെക്കാൾ വെളിപ്പാട് നമ്മുടെ പ്രശ്നത്തിന് നമ്മളെക്കുറിച്ചുണ്ട്. മനസ്സിലായോ? നമ്മളെക്കാൾ വെളിപ്പാട് നമ്മുടെ പ്രശ്നത്തിന്. നമ്മുടെ പ്രശ്നം പറയും, 3 ദിവസം കൂടി കഴിയുമ്പോൾ ഇവനെ വിട്ട് ഞാൻ പോകണമല്ലോ. അപ്പോൾ നമ്മൾ 30 ദിവസമായിട്ട് ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് ആ വിഷയത്തിന് അത് ഈ ചിലതൊക്കെ ഈ മുട്ടയിരുന്ന് പൊട്ടുന്നതല്ല. ആമേ. ചിലതൊക്കെ നമ്മുടെ രക്ഷ എങ്ങനെ നമ്മുടെ അകത്തോട്ട് വന്നേ? ഏഴ് വിശ്വാസം ഇരുന്നപ്പോഴും പിന്നെ ഫെയ്ത്തിൻ്റെ അകത്താണ് അല്ലേ? വിശ്വാസത്താൽ നമ്മൾ ആരായി രക്ഷിക്കപ്പെട്ടു. ഇന്ന് പകരം വിശ്വാസത്താൽ പ്രാപിക്കേണ്ട ചില നമ്മൾ വിശ്വാസത്താൽ പ്രാപിച്ചേ രക്തത്താൽ. കരം ഉയർത്തി എത്ര പേർക്ക് രാമയും പറയാം. ക്രിസ്തു നടന്നു കയറുമ്പോൾ സാത്താൻ ചിരിക്കുമ്പോൾ കർത്താവ് മനസ്സിൽ പറയുക, നീ ചിരിച്ചോ, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ മാത്രമല്ല
എന്നെ വിശ്വസിക്കുന്നൊരു തലമുറയുണ്ട്. നിങ്ങൾ ആരും എടുക്കണം, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി നിങ്ങൾ എടുക്കാൻ പോയി പിന്നെ അത് വിഷയമായി, പിന്നെ അതിൻ്റെ പുറകെ നമ്മളെല്ലാം പോയി, പിന്നെ അത് തപ്പി അടുത്തിരിക്കുന്ന ആൾ കാണിച്ചു തന്നു എന്നൊക്കെ ബഹളം ഉണ്ടാവുമെന്നറിയാമോ? ആമേൻ. ഈ വീട്ടിൽ പോയി വായിച്ചോണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അകത്ത് അതിൻ്റെ 9-ാമത്തെ വാക്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അങ്ങനെ വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ അവൻ അനേകം പുത്രന്മാരെ, ശ്രദ്ധിച്ചു കേട്ടോണം, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നത് യുക്തം ആയിരുന്നു. ഞാൻ ഇച്ചിരി എടുത്തു ഉപയോഗിക്കാം, എന്നാലേ എൻ്റെ പുതിയ ബൈബിൾ, അതുകൊണ്ട് പുതിയ ബൈബിൾ കാണിക്കാൻ തന്നാലേ കേട്ടോ. പഴയ ബൈബിളായിരുന്നു, എനിക്ക് പെട്ടെന്ന് കിട്ടിയേനെ. നിങ്ങൾ ആ വാക്യം കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. എൻ്റെ കൂടെ വന്നുകൊണ്ട് ആമേൻ പറയുന്നത് ഞാൻ വിശ്വസിച്ചത്. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി, ആമേൻ, എല്ലാവർക്കും എന്ന് പറയുമ്പോൾ നമ്മൾ 3-4 പേര് മാത്രമല്ല, മുഴു ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. കർത്താവിന് പിതാവ് കുറച്ച് പദവിയും പൊസിഷനും കൊടുക്കാനായിരുന്നെങ്കിൽ ഈ വാക്യം അവിടെ കൊണ്ട് തീർന്നേനെ, അല്ലേ? മഹത്വവും തേജസ്സും അണിഞ്ഞവനായി നാം കാണുന്നു എന്ന് പറഞ്ഞ വാക്യം അവിടെ കൊണ്ട് തീർന്നേനെ. പക്ഷെ 10-ാമത്തെ വാക്യം കണ്ടോ? സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ ആരാ? ക്രിസ്തു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞതാക്കുന്നത് യുക്തം ആയിരുന്നു. എന്തിന്? അനേകം പുത്രന്മാരെ, വേറെ ഏതെങ്കിലും സഭയായിരുന്നു ഇപ്പം തീപത്തിയനെ, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അവരുടെ, അങ്ങനെ വാക്ക്. ഞാൻ ബോബനെ, സോനു, ബിബിച്ചാൻ ഞങ്ങളെല്ലാം കൂടി നിർത്തിയിട്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ലവന്മാരെ മുഴുവൻ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് ഇവരുടെ രക്ഷാനായകനെ, അതാരാ? കർത്താവാണ്. ഇവരുടെ രക്ഷാനായകൻ കർത്താവായ ആ കർത്താവ് കഷ്ടം അനുഭവിക്കുന്നത് യുക്തമായിരുന്നു. ആമേൻ. ഇന്നു പകൽ എന്തിനാ ദൈവം നമ്മളെ കഷ്ടങ്ങൾക്കകത്തോട്ട് വിടുന്നേ? നമ്മളിലൂടെ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക്, അതൂത് പിടികിട്ടിയവർക്കായി സ്തോത്രം. ഒരു ഇന്റർനാഷണൽ തകർച്ചയിലോട്ട് ദൈവം നമ്മളെ വിടും. നമ്മളോർക്കും ദൈവം നമ്മളെ കൈവിട്ടു. സാത്താൻ അരങ്ങു വാഴുന്ന കുറച്ച് ദിവസമാണ്. അവൻ നമ്മോടൊക്കെ വന്നിട്ട് പറയും, നീ ഉപവസിച്ചു, എത്ര പ്രവാചകൻ നിന്നോട് ദൂത് പറഞ്ഞതാ, നീ ആ സഭയ്ക്ക് എന്തെല്ലാം ചെയ്തതാ, ഇപ്പം വിളിച്ചിട്ട് പോലും ആ പാസ്റ്റർ ഫോൺ എടുക്കുന്നില്ല, അവർ നമ്മൾ മിണ്ടുന്നില്ല, എന്നൊക്കെ പ്രശ്നം സാത്താൻ പറയുമെന്നറിയാവോ? നിന്നെ കർത്താവ് കൈയൊഴിഞ്ഞതാ. അവിടെ നീ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ പ്രശ്നത്തിൻ്റെ അകത്ത് നീ അകത്തോട്ട് പോയി, പക്ഷെ നിങ്ങൾ മരിച്ചോ? നിങ്ങൾ തകർന്നു? നിങ്ങൾ അവിടുന്ന് കയറിയില്ലേ? എന്തിനാ കയറിയേ? ഇതിനേക്കാൾ ഡീപ്പ് ലെവലിൽ തകർന്ന ഒരുത്തൻ അടുത്തേതോ ഒരു മാസം നിന്റെ അടുത്ത് വരാൻ പോവുക. അവനെ നിത്യതയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവനെ തേജസ്, എന്തിനാ രക്ഷിക്കപ്പെട്ടവർ സഭയോട് ചേർന്നു എന്നെഴുതി വച്ചിരിക്കുന്നേ? സഭ ഒരു ദേശത്തിൻ്റെ വിളക്കാണ്. സഭ വേണം ചില ദേശത്തിന് വിഷയത്തെ ഡീൽ ചെയ്യാൻ. നിന്നിലൂടെ അനേകം പുത്രന്മാര് തേജസ്സിലേക്ക് കൊണ്ടുപോകാൻ ഇന്നു പകൽ
വെളിപ്പെട്ട കഷ്ടങ്ങൾക്ക് സ്തോത്രം പറ, ഞെരുങ്ങിയ ഞെരുക്കങ്ങൾക്ക് സ്തോത്രം പറ. ഇത് നിന്റെ തകർച്ചയല്ല, ആരൊക്കെയോ കെട്ടുപൊട്ടിച്ച് ദൈവത്തിലേക്ക് തിരിക്കാൻ. കറങ്ങിത്തിരിഞ്ഞ് രമണി വന്ന് അമ്മണിയോട് പറയും, എൻ്റെ പൊന്നമ്മണി, എൻ്റെ വിഷയത്തിൻ്റെ അകത്തൊരു വിടുതലും ഇല്ല. അമ്മണിയപ്പം രമണിയോട് പറയും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, 5 മാസം ഞാൻ ഇതിനകത്തൂടെ പോയത്. ഇന്നലെ എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്തു. ഒരു സാക്ഷി. ഇന്ന് ബന്ധുക്കോസിനകത്ത് ഇല്ലാത്ത കാര്യം വേഗം പറ. എൻ്റെ കൊച്ചിനെ ഞാൻ കേട്ടത്, ഇപ്പം ഞാൻ കേൾക്കുന്നേ ഇല്ല. ഇപ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഓ യേശുവിൻ്റെ നാമത്തിൽ ജയം. ഇവിടെ പറയുന്ന ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കും. നിന്നെ അനുഭവങ്ങൾ മറ്റൊരുത്തനെ ക്രിസ്തുവിൽ ഉരുവാക്കുന്നവനാണെങ്കിൽ ഈ പ്രശ്നം നിനക്ക് വിടുതലാ. എത്ര പേർക്ക് ഇത് ഊത് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ കൂടെ പഠിച്ചൊരു അച്ഛനുണ്ട്. അതായത് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയത്. ഒറ്റയ്ക്ക്, നമ്മളെപ്പോലെ ഒന്നുമല്ല. ഭാര്യയും മക്കളും ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ ചെന്നപ്പം സ്വന്തം മോനും മോളും ഉപ്പ് വാരി ഇവർ കഴിച്ചിട്ട് അതിനകത്തൊരു നിറച്ച് ഉപ്പ് വാരി കിട്ടും. ഈ മനുഷ്യൻ ചിരിച്ചുകൊണ്ട്, എൻ്റെ കണ്ണ് തകർന്നു, എനിക്ക് മനസ്സ് തകരുന്ന ആളാണ്. പുള്ളി ചിരിച്ചുകൊണ്ട് എൻ്റെ പിള്ളേരുണ്ടാക്കി ബിരിയാണി അല്ലേന്ന് ഓർത്ത് ആ ഉപ്പ് കൂട്ടി അതും കഴിച്ചു. പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ഒരാഴ്ചയായിട്ട് പട്ടിണിയാണ്. ഉപ്പ് കൂട്ടിയെങ്കിൽ ഉപ്പ് കൂട്ടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാക്ഷി എവിടെ പറഞ്ഞാലും ഒരാളെങ്കിലും രക്ഷിക്കപ്പെട്ടിരിക്കും. എന്തിനാ നിന്റെ ഭാര്യ നിന്നെ തള്ളി? എന്തിനാ നിന്റെ വീട്ടുകാർ, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞ്? എന്തിനാ? നിന്നിലൂടെ അനേകരെ തേജസ്സിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് വെളിപ്പാട് അകത്തു വ്യാപരിക്കുന്നവർ. ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു വലിയ മഹത്വമുണ്ട്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലതൊന്ന് തരാൻ ആഗ്രഹിക്കുന്നേ. നമുക്കാണെങ്കിൽ പൊട്ടിയതും ചീറ്റിയതും പഴയതുമൊക്കെ നമുക്ക് മതി. നിനക്കത് മതിയെങ്കിൽ കർത്താവിനും അത് യേശുവിൻ്റെ നാമത്തിൽ. അതേ കർത്താവ് പറയും, വേണ്ട കുഞ്ഞ് വേണ്ട. പക്ഷെ നമ്മളെന്ത് പറയും? വേണം കർത്താവ്, വേണം, എനിക്കത് തന്നെ. നമ്മൾ ബൈബിളൊരു വാക്കിയില്ല, അന്യൻ്റെ യാതൊന്നും നീ മോഹിക്കരുത്. എബിച്ചാൻ്റെ കണ്ണിലെ കണ്ണാടി ചീരുന്നു. ആ കണ്ണാടി എടുത്ത് എൻ്റെ കണ്ണിൽ വെച്ച് എങ്ങനെ ഇരിക്കും? നിങ്ങളെല്ലാം ചിരിക്കേണ്ടി വരും. ആമേ. നിങ്ങൾ എന്നോടുണ്ടോ? എബിച്ചാനെക്കാളും നല്ല കണ്ണാടി എനിക്ക് തരുമെന്നല്ല അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ എൻ്റെ മരണം വരെ നല്ല കാഴ്ചയിരിക്കാനായിരിക്കും ദൈവം എന്നെ. ഇപ്പോൾ എൻ്റെ അകത്തൊരു ആഗ്രഹം, ആ കണ്ണാടി കൊള്ളാൻ കിട്ടും. ആ കണ്ണാടി ഞാനിങ്ങ് എടുക്കുക യേശുവിൻ്റെ നാമത്തിൽ. അല്ലേ? നമ്മുടെ പല വിടുതലിനും തടസ്സം ഇവിടുത്തെ പിശാചൊന്നുമില്ല, നമ്മൾ തന്നെയാണ്. ആമേ. എന്തിനാ അന്യൻ്റെ മുതൽ യാതൊന്നും നീ ആഗ്രഹിക്കരുതെന്ന്, കൂട്ടുകാരൻ്റെ യാതൊന്നും നീ. നമ്മുടെ വിചാരം എന്നറിയോ? എന്തോ ഭയങ്കര ഉപദേശം ദൈവം പറഞ്ഞേക്ക്, അത് ചെയ്താൽ നിൻ്റെ കാര്യം പോക്ക, നീ സ്വർഗത്തി. സത്യം അങ്ങനല്ല നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നേ. അയ്യോ സത്യം. ആമേനൊക്കെ പിന്നെ പറ, നിങ്ങൾ സത്യം പറ. അങ്ങനെയല്ല പഠിച്ചു വെച്ചിരിക്കുന്നേ. ബോബൻ്റെ കയ്യിൽ ഇരിക്കുന്ന വാച്ച് നല്ല വാച്ചാണ്. അതാവേ എനിക്കിത് കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ആ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പഠനം എന്നാ? നീ അത് മോഹിച്ച നിൻ്റെ കാര്യം അല്ലേ? സത്യത്തിൽ സർവകൃപാലുവായ ദൈവം ഒരിക്കൽ എന്നോട് പറഞ്ഞു, മോനെ നിന്നെ കൊന്നു കളയാനോ ഇവിടെ ഇരിക്കുന്ന സകലരെ നശിപ്പിച്ച് കളയാനൊന്നും അല്ല ഞാൻ എഴുതിയേ. നീ അത് മോഹിക്കരുത്. മോഹിച്ചാൽ നീ പോകുമെന്ന് നിന്നെ പഠിപ്പിച്ച് എന്തിനാണെന്നറിയാവോ? അവൻ്റെ കയ്യിൽ ഇരിക്കുന്നതല്ല നിനക്ക് ഞാൻ കരുതിയത്. ഓ ദൂത് പിടി കിട്ടിയവർക്കായി സ്തോത്രം. അതിനേക്കാൾ ക്വാളിറ്റിയുള്ള മറ്റൊന്ന് നിന്റെ പേർക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് നിന്റെ മുകളിൽ തുറക്കാൻ വചനത്തെ ഇങ്ങനെ പഠിക്കുന്നീ. ഇന്ന് നിന്റെ കെട്ടു പോട്ടും. ആമേ.
ആരോ പറഞ്ഞ് തിയോളജി അറിയാത്തതുകൊണ്ട് ഇവന്മാർ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ പൊന്നെ, എനിക്ക് തിയോളജി അറിയത്തില്ല, പക്ഷേ എന്നെ വിളിച്ച ദൈവത്തെ എനിക്കറിയാം, അവൻ്റെ ശബ്ദം എനിക്കറിയാം. ആ ദൈവം എന്നോട് പറഞ്ഞ വാക്കാണ്, അന്യൻ്റെ മുതലൊന്നും ആഗ്രഹിക്കരുത്, നീ ആഗ്രഹിച്ച കൊല്ലാനല്ലെന്ന്, എനിക്ക് നിനക്ക് തുറക്കാനുള്ള ചിലത്. രണ്ടുപേര് വീട് പണിയുക, അടിപൊളി വീട്. ഒരുത്തം വീട് പണിതത് ആമേൻ മണലിൻ്റെ പുറത്താണ്. അയ്യോ, പുള്ളിയുടെ റൂമൊക്കെ ആണ് AC റൂമാ. ആമേൻ, പുള്ളി പെട്ടെന്ന് പണിയെല്ലാം കൂടി തീർത്ത് ആൾക്കാരെ എല്ലാം വിളിച്ച് കയർത്താമസമൊക്കെ വെച്ചു. എല്ലാവരും വന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് വരെയും വന്നു, MLA ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നു. പുള്ളി അവിടെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി പുത്തനെടുപ്പിട്ട് നമ്മളെ നോക്കുമ്പം നമ്മൾ പണിയുന്ന വീട് എവിടെയാണ്? പാറയുടെ മുകളിലാണ്. നമുക്കറിയാം, ഈ പാറ അടിച്ച് പൊട്ടിച്ചും അടിത്തറ ഉറപ്പിച്ച് വേണം ഈ വീട് പൊക്കിക്കൊണ്ട് വരാൻ. ആമേ, നമ്മൾ അടിത്തറ ഉറപ്പിക്കുക, കൈയെല്ലാം തഴമ്പ് വന്നു, നമ്മളെ സഹായിക്കാൻ ആരുമില്ല. സൂര്യൻ്റെ ചൂട്, രാത്രിയാകുമ്പോൾ തണുപ്പ്, എന്നാലും എങ്ങനെയും ഈ വീട് പണിയണം. അവൻ പണിയുകയാണ്. ആമേ, മണൽമേൽ വീട് പണിതവൻ വീട് പണി കഴിഞ്ഞ് കയർത്താമസമൊക്കെ കഴിഞ്ഞൊരു കസാരയിട്ട് താഴോട്ട് നോക്കുമ്പോൾ മറ്റവൻ അടിത്തറ ഉറപ്പിച്ചുകൊണ്ട്. ബൈബിളൊക്കെ ബന്ധമില്ല, എനിക്ക് മനസ്സിലായി, ഇരിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ആ ബൈബിളിനകത്തൊരു വാക്യം ഇതാ, യേശുവിൻ്റെ നാമത്തിൽ. അവൻ താഴോട്ട് നോക്കിയിട്ട് അയ്യോ എടാ, നമ്മൾ ഒരുമിച്ച് തുടങ്ങിയത്, നിനക്കൊരു കൃപയില്ല, കാരണം ദൈവം എൻ്റെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ വീട് പണി ഇത്ര വേഗത്തിൽ. എന്തേലും വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അവൻ്റെ കൂടെയെന്നും, വേഗത്തിൽ നടക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ അല്ലെന്നും അല്ല അതിൻ്റെ അർത്ഥം. അവനേക്കാൾ ഒരു പടി കൂടുതൽ ഇഷ്ടമാണ് ദൈവത്തിന് നിന്നെ. എന്തിനാ വെയിറ്റ് ചെയ്ത കർത്താവ്? ഏറ്റവും നല്ലത് നിന്റെ പേർക്ക് തുറക്കാൻ. ചില ഓഫീസ് അടഞ്ഞത്, ചില നന്മ അടഞ്ഞത്, ചില വഴി അടഞ്ഞത്, അത് പോരാട്ടമല്ല, ഏറ്റവും നല്ലത് തുറക്കാൻ. ഹല്ലേലൂയ. നാളുകൾ കഴിഞ്ഞു, അവനും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും ദൈവത്തിൻ്റെ കൃപയാൽ അവനും വീട് പണിതു. അവനും MLA വന്നില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും വന്നില്ല, സഭക്കാരും കുറച്ച് ആൾക്കാരും മാത്രം. മറ്റവൻ പറഞ്ഞു, എൻ്റെ വീട് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, നിൻ്റെ വീട്ടിൽ ആരും വന്നില്ല, നിൻ്റെ വീട്ടിൽ നിൻ്റെ സഭയിലെ സെക്രട്ടറിയും വന്നു, പാസ്റ്ററും. അവൻ കിടന്നുറങ്ങി, മറ്റവനും കിടന്നുറങ്ങി. അന്ന് രാത്രി ഒറ്റ മഴ, ഒറ്റക്കാറ്റ്. പിറ്റേ ദിവസം രാവിലെ പുള്ളി എഴുന്നേൽക്കുമ്പോൾ അയലോക്കക്കാരൻ്റെ വീട് അവിടെ ഇല്ല. എത്രപേർക്ക് വചനം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അടിത്തറയില്ലാതെ ചിലത് പൊങ്ങി വരുമ്പോൾ പാളിപ്പോകുന്നു. പക്ഷെ ഇപ്പോഴും ഒരു വിഷയത്തിൻ്റെ അകത്ത് തന്നെ നീ കരയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അടിത്തറയെ എൻ്റെ ദൈവം ഉറപ്പിക്കുകയാണ്. വൻമഴ പെയ്യും, നദികൾ പൊങ്ങും, കാറ്റടിക്കും, പക്ഷെ നിന്റെ വീട് പൊളിഞ്ഞു പോകാൻ. ഹല്ലേലൂയ. 2016 മാർച്ച് മാസം ഞാൻ ബൈബിൾ കോളേജിൻ്റെ അകത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ നിൽക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യാനൊരു പാസ്റ്റർ ഇല്ല, എന്നെ വിളിച്ച് ശുശ്രൂഷിപ്പാനൊരു വേദിയില്ല, അസോസിയേറ്റായിട്ട് എന്നെ നടത്താനൊരു പാസ്റ്റർമാരില്ല. അവിടെ നേരെ വന്ന വീണ്ടും ഞാൻ ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ കാട്ടിൽ പോയി കിടക്കണം. ഒരു മനുഷ്യനെ സഹായിക്കാനില്ല. ഒരു ഞായറാഴ്ച പകൽ മുഴുവൻ ഇരുന്ന് ഞാൻ കരഞ്ഞു. 10 മണിയാകുമ്പോൾ ആരാധന മുടക്കരുതല്ലോ എന്ന് ഓർത്ത് ഭയങ്കര ദേഷ്യം വന്ന റൂമിൻ്റെ വാതിലൊക്കെ വലിച്ചടച്ച് കരഞ്ഞു, ഒല്യമായി കാറി. കാരണം ഹോസ്റ്റലിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം അവരെ ബാക്കിയുള്ളവരെല്ലാം പാസ്റ്റർമാരാണ്, അവർക്ക് ചർച്ചുണ്ട്. ചില ആൾക്കാർ അസോസിയേറ്റ് പാസ്റ്റർമാരാണ്, ചില ആൾക്കാർ മീറ്റിങ്ങിന് പോകുന്നുണ്ട്. ഇതൊന്നും 3 വർഷമില്ലാത്ത ഒറ്റൊരാൾ ഞാനേ ഉള്ളൂ. ആമേൻ. എൻ്റെ കൂട്ടുകാരൊക്കെ ഈ ഞായറാഴ്ച വരുമ്പോൾ പറയണോ, ഞങ്ങളുടെ ചർച്ചിൽ അച്ഛനും ആൻറ്റി എനിക്കൊരു ടീഷർട്ട് മേടിച്ച് തന്നു. ഇവന്മാർ കട്ടിലായിരുന്നു പറയുമ്പം ഞാൻ നിലത്തിരുന്ന് കേൾക്കും. അവിടെ പോയി പ്രസംഗിച്ചപ്പോൾ അവരെയൊക്കെ പൈസ തന്നു, ഇവരിത് തന്നു. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊന്നും പറയാൻ എനിക്ക് നിങ്ങളെന്നോടുണ്ടോ? ഇതെല്ലാം കൂടി മനസ്സിൻ്റെ അകത്ത് കയറി എന്തിനാ കർത്താവ് ഈ 17ാമത്തെ വയസ്സ് തൊട്ട് ഈ 20ാമത്തെ വയസ്സ് വരെ എന്നെ ഇവിടെ കൊണ്ടിട്ടേന്ന് ചോദിച്ച് കരഞ്ഞ് ബഹളവും. കർത്താവ് ഞാൻ മുട്ടനടിയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നാ കാര്യത്തിന്, ചുമ്മാ വേറെ പണിയൊന്നുമില്ലേ, 3 വർഷം വീട്ടിൽ ഇരുന്നെങ്കിൽ കളിച്ചെങ്കിലും നടക്കാമായിരുന്നു. ആമേ. അങ്ങനെ എല്ലാം പറഞ്ഞ് വിഷയം ഉണ്ടാക്കി. അന്ന് ആ കോളേജിന് ഇറങ്ങി ഞാനൊരു ചർച്ചിൽ പോയി. അവിടുത്തെ പാസ്റ്റർ പ്രസംഗിച്ച ദൂതായത്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുമ്പോൾ കറണ്ട് പോയി. സത്യത്തിലാണ് കറണ്ട് പോയി. എനിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുക. മൈക്ക് താഴെ വെച്ചത് അങ്ങ് താഴോട്ടിറങ്ങി. ഒറ്റ ദൂത്. നിൻ്റെ കൂടെ എന്നോട് പറഞ്ഞത് പൊതുവേ പറഞ്ഞതാ, നിൻ്റെ കൂടെ പഠിച്ചവരും നിൻ്റെ കൂടെ ഇറങ്ങിയവരും
നിന്റെ കൂടെ ഓടിയവർ നിന്നേക്കാൾ മുൻപന്തിയിൽ ഓടിക്കയറുന്ന കണ്ട് നീ ഭയപ്പെടരുത്. ഇപ്പോൾ ദൈവം നിന്റെ അടിത്തറയെ ഉറപ്പിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് ദൂതിന്റെ ആഴം പിടി കിട്ടുന്നുണ്ട്? ഒറ്റ വചനം എൻ്റെ ലൈഫിനെ തിരിച്ചെങ്കിൽ ഇന്നു പകൽ മറഞ്ഞിരിക്കുന്ന ചില ശുശ്രൂഷയുടെ പുതപ്പുകൾ മറഞ്ഞിരിക്കുന്ന എന്തോ ഇന്ന് ഈ അന്തരീക്ഷം സംഭവിക്കുകയാണ്. വിടാതെ പിടിക്കാതിനെ. മറഞ്ഞിരുന്ന ശുശ്രൂഷകൾ, മറഞ്ഞിരുന്ന കൃപാവരങ്ങൾ ഇന്നു പകൽ ഓപ്പൺ ആകുകയാണ്. ആത്മാവിനെ കരമടിച്ച് ഞാനിന്ന് കയറി പറയുകയാണ്. നിന്റെ മുമ്പിൽ ഇന്നലകളിൽ മറഞ്ഞിരുന്ന രാജ്യങ്ങൾ, മറഞ്ഞിരുന്ന ജില്ലകൾ, മറഞ്ഞിരുന്ന സംസ്ഥാനങ്ങൾ നിനക്ക് വേണ്ടി ആത്മാവ് തുറക്കുന്ന പകലാണ്. ഇങ്ങനെ എന്നും എഴഞ്ഞും വലിഞ്ഞും തീരാനല്ല, നിന്റെ മുകളിൽ മറഞ്ഞിരിക. എത്ര പേർക്ക് കരമുയർത്തി നല്ല രാമയും പറയും? കൃപയാൽ അന്ന് പാസ്റ്ററായ പലരും ഇന്ന് പാസ്റ്ററല്ല. കൃപയാൽ അന്ന് ഒത്തിരി ഓടിയവരാരും ഇന്ന് ഓടുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെ ഇവിടെ നിർത്തി. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഇന്നിവിടെ മൈക്കെടുത്ത് നിൽക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടെന്ന്, വൻമഴ പെയ്യും, നദികൾ പൊങ്ങും, കാറ്റടിക്കും, പക്ഷേ അടിത്തറയില്ലാത്തവന്റെ അടിവേരുകൾ പൊളിഞ്ഞാലും നിന്നെ ദൈവം അടിത്തറ ഉറപ്പിച്ച്